ഈ ഒരു പുസ്തകത്തിന് മാത്രമേ സത്യവേദ പുസ്തകം, ഇതാണ് സത്യവേദം. ഇതെടുത്തതാണ് നമ്മുടെ ഭാഗ്യം. ഇത് ചുമക്കുവാനിടയായത് വലിയ ഭാഗ്യമാണ്. എന്നെ കേൾക്കുന്ന അഭിഷിക്ത ദാസന്മാരോട് പറയുക, ഇതിനകത്തെ വാക്യങ്ങൾ വലിയ പ്രസംഗ പാഠമോ ഒന്നുമില്ലെങ്കിലും കൊത്തയാന്നേലും 10 വാക്യം ആ മുക്കിന് മൂലയ്ക്ക് നിന്ന് വിളിച്ചു പറയുന്നത് ഒരു ഭാഗ്യമാണ്. അകോപട്ട വചനം തീ പോലെയും പാറയ്ക്ക് തകർക്കുന്ന ചുറ്റികയാ. ഇന്ന് രാത്രി തനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തേച്ച് തിരുവചനം തിരിച്ചു വരൂ. ഈ രാത്രി വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവം രോഗശാന്തി അയക്കും. വചനം കേൾക്കുമ്പോൾ തന്നെ സകല ബന്ധനങ്ങളും അടിക്കും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ തിരുവചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഈ രാത്രി യേശു അത്ഭുതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയുള്ള പുസ്തകമാണ് സത്യവേദ പുസ്തകം. ഈ പുസ്തകത്തിൽ 66 പുസ്തകങ്ങൾ അടങ്ങിയ മഹത് ഗ്രന്ഥമാണ്. നിങ്ങൾക്കറിയാം, പലർക്കും അറിയാം, രാമായണത്തെ ഖണ്ഡങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, മഹാഭാരതത്തെ പർവ്വങ്ങളായിട്ട്, അതുപോലെ ഭഗവത്ഗീത യോഗഭാഗങ്ങളായിട്ട്, ഈ സത്യവേദ പുസ്തകം ഓരോ പുസ്തകങ്ങളായിട്ട്, ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാ പുസ്തകം, ആവർത്തന പുസ്തകം, അങ്ങനെയുള്ള പുസ്തകം അങ്ങനെ 66 പുസ്തകം. അതിൽ ആദ്യ പുസ്തകം നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം, ഒടുക്കത്തെ പുസ്തകം, വെളിപ്പാട് പുസ്തകം. അങ്ങനെ ഇത് മൊത്തമായി ഇനിയും വേറെ പുസ്തകമൊന്നും ദൈവം തരികയല്ല. അത് നോക്കി ഇനി ആരും ഇരിക്കുകയും വേണ്ട. ഇനി ഒരു പുസ്തകം കൂടെ കിട്ടുകാരനെ കുറച്ചുകൂടെ ചൊവ്വനെ ജീവിക്കായിരുന്നു. വേണ്ട, ഇതിനകത്ത് പറഞ്ഞതുപോലെ അങ്ങ് ജീവിച്ചോണ്ടാണ് മതി. അപ്പൊ ഇതുപോലൊരു പുസ്തകം, ആ പുസ്തകത്തിലെ ചരിത്ര പുസ്തകം, ആദ്യം മോശയുടെ പഞ്ചഗ്രന്ഥം, പിന്നീട് ചരിത്ര പുസ്തകങ്ങൾ, പിന്നീട് സംഗീത പുസ്തകങ്ങൾ, പിന്നീട് പ്രവചന പുസ്തകങ്ങൾ. അങ്ങനെയാണ് പഴയ നിയമം പര്യവസാനിക്കുന്നത്. 2 ഭാഗമാണ്, പഴയ നിയമവും പുതിയ നിയമം. ഇപ്പൊ നിങ്ങൾ പെന്തിക്കോസുകാരും അകംകുടിക്കാരും ഓർക്കും, ഇവിടെ ഞങ്ങളിതെല്ലാം പഠിച്ച് തിട്ടമായിട്ടിരിക്കുക. നിങ്ങളെ ഉന്നം വെച്ച് മാത്രമല്ല, ഇതൊന്നും അറിയാത്ത ചിലരും നമ്മുടെ യോഗത്തിന്, അനേക പ്രിയപ്പെട്ടവർ ഈ ലൈവിലും അല്ലാതെയൊക്കെ നമ്മൾ പലയിടത്ത് ചെല്ലുമ്പം ഇതൊന്നും അറിയാൻ മേലാത്ത ധാരാളം പേര് വരാറുണ്ട്. അപ്പം അവരുടെ അറിവിനും കൂടിയായി ഇത് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രാരംഭത്തിൽ സുവിശേഷ പുസ്തകങ്ങൾ 4, പിന്നീട് സുവിശേഷത്താൽ ആകൃഷ്ടരായി യേശുവിൻ്റെ പിന്നാലെ അവിടുത്തെ ശുശ്രൂഷിച്ച് അവിടുത്തെ പിൻഗമിച്ച അപ്പോസ്തലന്മാർ, അവരുടെ പ്രവൃത്തികളാണ് അപ്പോസ്തല പ്രവൃത്തികൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ അനേക ഇടങ്ങളിൽ സഭകൾ ഉടലെടുത്തു, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. ആ സഭ ഉടലെടുത്ത സഭയെ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുക്കുവാനും ഈ ദുഷ്ടലോകത്തിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ ആമേൻ ഉപദേശങ്ങൾ സ്ഥാപിച്ചു കൊടുത്ത പുസ്തകങ്ങളാണ് ലേഖന പുസ്തകങ്ങൾ. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ ഉള്ള ലേഖന പരമ്പരകൾ, 21 ലേഖനങ്ങൾ. ഒടുവിലായിട്ട് ഭാവികാലത്ത് ഈ ലോകത്തിൽ, ഭൂമിയിൽ, ഈ അണ്ടകടാകത്തിൽ അല്ലെങ്കിൽ മനുഷ്യവർഗത്തിൽ